ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് DevOps. DevOps എന്ന് പറയുന്നത് രണ്ട് ടെർമിനോളജി ഒന്നിച്ചേർന്നതാണ്, അതായത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ്. ഇതിനെയാണ് നമ്മൾ DevOps എന്ന് പറയുന്നത്. നമുക്കറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിന് മെയിൻലി രണ്ട് ടീമാണുള്ളത്. ഒന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ടീം. ഇവരാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ആ സോഫ്റ്റ്വെയർ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ജോലിയാണ്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ടീമാണ്. അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തെ ഫുള്ളി ടെസ്റ്റ് ചെയ്ത് ഫങ്ഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഓപ്പറേഷൻ ടീമിൻ്റെ വർക്ക്. ഇത് രണ്ടും ചേർന്നതാണ് ഈ DevOps എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ടീമാണ് ഈ ഡെവലപ്മെൻറ്റ് ടീം ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബഗ്ഗും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീമിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ട ജോലി ഈ ഓപ്പറേഷൻസ് ടീമിൻ്റെയാണ്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ടീം അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻസ് ടീമിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ, അതായത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്തായാലും പൊതുവായിട്ട് തന്നെ ഇങ്ങനെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ താമസം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായി മാറി പഴയ കാലത്ത്. ഇതിലെ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെവലപ്മെൻറ്റ് ടീം ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരിത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ ടീമിലേക്ക് കൈമാറും. എന്നിട്ട് അവർ ഡെവലപ്മെൻറ്റ് ടീം പുതിയ പ്രൊജക്റ്റിലേക്ക് നീങ്ങും. അപ്പോഴായിരിക്കും ഓപ്പറേഷൻസ് ടീം പഴയ പ്രൊജക്റ്റിലെ ബഗ്ഗും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതും ഇതിൽ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പുതിയ പ്രൊജക്റ്റിലിടുക, അതായത് ഡെവലപ്മെൻറ്റ് ടീം പുതിയ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പഴയ പ്രൊജക്റ്റിൻ്റെ ബഗ്ഗും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ അവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയവും അതിനോടൊപ്പം നീണ്ടു പോകും. അപ്പോൾ ഈ രണ്ട് ടീമും, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീമും ഓപ്പറേഷൻ ടീമും ഒരേ ടൈമിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഇവർ തമ്മിലുള്ള ആ കൺഫ്യൂഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ പകുതി പ്രശ്നം അവിടെ തീരുമല്ലേ. ഇതിന് പറയുന്ന പേരാണ് DevOps. DevOpsൻ്റെ സിമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഇൻഫിനിറ്റ് ആക്ടിവിറ്റിയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഡെവലപ്മെൻറ്റ് ടീം ഡെവലപ്പ് ചെയ്യുന്നു, അത് ഓപ്പറേഷൻ ടീമിന് കൈമാറുന്നു, അവരുടെ ബഗ് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ഡെവലപ്മെൻറ്റ് ടീമിന് കൊടുക്കുന്നു, അവരത് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ DevOps അപ്രോച്ച് വഴി നല്ലൊരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ ഓൾസോ നമുക്ക് സാധിക്കും. ഈ DevOps അപ്രോച്ച് കൊണ്ട് ഒരു ഓർഗനൈസേഷന് പെട്ടെന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഡെവലപ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീമിന് പെട്ടെന്ന് പ്രൊജക്റ്റ് ഡെലിവറി ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും എല്ലാം സാധിക്കും. എന്നാലും ചെറിയ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ചലഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ ഈ DevOps എന്നൊരു അപ്രോച്ച് കാരണം ഈ ഡെവലപ്മെൻറ്റ് ടീമും ഓപ്പറേഷൻസ് ടീമും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പഴയ കാലത്തെ രീതിയിലുള്ള ഡിലേയോ കാര്യങ്ങളോ ഒന്നും DevOps അപ്രോച്ചിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഈ DevOps അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പല ഫേസസ് വഴിയാണ്, പല ടൂൾസിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മളിത് മെയിൻലി അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ പല ഫേസസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ഫേസ് ആണ്. എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ കയ്യിലാണ്. അവർ എന്ത് ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു കൃത്യമായ പഠനമാണ് ഈ ഒരു ഫേസിൽ അവർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ട ഫങ്ഷണാലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാത്തരം പ്ലാനിങ്ങും ഈ ഒരു ഫേസിൽ നടക്കുന്നതായിരിക്കും. പ്ലാനിങ്ങിന് ശേഷം വരുന്ന അടുത്ത സ്റ്റേജാണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറയുന്നത് ആ ആപ്ലിക്കേഷന് വേണ്ട രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് അതിന് കോഡ് ചെയ്യുക. ആ കോഡിംഗ് തന്നെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴല്ല, എന്നാലും പല രീതിയിലുള്ള ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുക കോഡിൽ. പല ടൂൾസ്, അതായത് ഗിറ്റ് ടൂൾ ഉപയോഗിച്ച് ആ കോഡ് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ കോഡിംഗ് ഫേസിൽ നടക്കുന്നത്. ഈ കോഡിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് സ്റ്റേജാണ്. ഈ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് മേവൻ, ഗ്രൈൽഡ് അങ്ങനെയുള്ള പല ടൂൾസ് ഉപയോഗിച്ച് ഈ കോഡ് നമുക്ക് എക്സിക്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് ബിൽഡിംഗ് ഫേസിൽ. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. ഈ ടെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്ത കോഡും ഇപ്പോൾ ബിൽഡ് ചെയ്ത എക്സിക്യൂട്ട് ചെയ്ത കോഡെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഫേസാണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയുള്ള ഒരു ടൂളാണ് സെലേനിയം എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിംഗ് ഫേസ് ഓൾസോ പാസ്സാവുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ അത് ഓപ്പറേഷൻ ടീമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതായത് ടെസ്റ്റിങ്ങും പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മൾ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയ് ആണ്. ഇത് ഓപ്പറേഷൻ ടീമിൻ്റെ കൈ കിട്ടിയ ശേഷം അവരൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലേക്ക് അവരത് എക്സിക്യൂട്ട് ചെയ്യും. ഈ കോഡ് ഡിപ്ലോയ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി അവർ പല ടൂളുകൾ യൂസ് ചെയ്യും. ടൂളുകളാണ് കുബർനെറ്റീസ്, ഡോക്കർ, അൻസിബിൾ. ഇതെല്ലാം ഈ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്ന ടൂൾസാണ്. ഇതെല്ലാം ഈ ടൂൾസ് ഉപയോഗിച്ച് ഇതൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എക്സിക്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ വർക്കിംഗ് ആണോ എന്ന് ഓപ്പറേഷൻ ടീം ചെക്ക് ചെയ്യും. ഈ ഒരു ഫേസ് കഴിഞ്ഞ് അടുത്തെന്ന് പറയുന്നത് മോണിറ്റർ ഫേസ് ആണ്. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ
മോണിറ്റർ ചെയ്യും. നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു ഫേസാണ് മോണിറ്റർ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് നാഗ്യോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതെല്ലാം ഓട്ടോമേഷൻ തന്നെയാണ്. മാനുവലി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് ഡെവോപ്സ് അപ്രോച്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ മോണിറ്റർ ഫേസ് ഓൾസോ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളിത് പ്ലാനിങ് ഫേസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഫേസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഡെവോപ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനൈറ്റ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് ഈ ഡെവോപ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫൈൻ ആണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ ഫേസാണ് ഇൻ്റഗ്രേഷൻ. ഈ ഇൻ്റഗ്രേഷൻ ഫേസ് ഓൾസോ അത് വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ പബ്ലിക്കിലേക്ക് പോകാൻ റെഡിയാണെന്നാണ് അർത്ഥം. നിങ്ങൾ IT ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ IT ഫീൽഡിൽ തന്നെ ഡൊമൈൻ സ്വിച്ച് ചെയ്ത് ഒരു ബെറ്റർ കരിയർ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം AI പോലെയുള്ള പുതിയ പുതിയ ടെക്നോളജിയുടെ വരവോടുകൂടെ ധാരാളം സൈബർ റിസ്കുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഫീൽഡിൽ ഒരു സ്കിൽഡായ ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലിന്റെ ഡിമാൻഡും ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ഫീൽഡിൽ ഒരു കരിയർ ആരംഭിക്കുന്നവർക്ക് വേണ്ടി Fetlla ഒരു 10 days എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. തീർത്തും ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള പേടി ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഫുൾ ക്ലാസ്സും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ആർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആദ്യത്തെ 2 ക്ലാസ് വരെ ഫുൾ റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ ധാരാളം വലിയ ഓർഗനൈസേഷനും കമ്പനീസും എല്ലാം തന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഡെവോപ്സ് അപ്രോച്ചാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, അഡോബ് അങ്ങനെയുള്ള പല കമ്പനികളെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഡെവോപ്സ് അപ്രോച്ചാണ് അവരുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട്. നെറ്റ്ഫ്ലിക്സ് ആദ്യമായിട്ട് അവരുടെ ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസ് ആരംഭിച്ചത് 2007 2014 അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവരുടെ സെർവർ ഡൗൺ ആവുന്ന ഇഷ്യൂ, അതായത് അവരുടെ ആപ്ലിക്കേഷനിൽ ഡൗൺ ആവുന്ന ഒരു മണിക്കൂറോളം ഡൗൺ ആയ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് കോസ്റ്റ് ചെയ്ത് ഏകദേശം $200,000 നഷ്ടമാണ് ആ ഒരു ഡൗൺ ടൈം കൊണ്ട് അവർക്കുണ്ടായത്. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഡെവോപ്സ് അപ്രോച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതും കൂടാതെ തന്നെ നെറ്റ്ഫ്ലിക്സ് തന്നെ ഒരു ഡുവേ ക്രിയേറ്റ് ചെയ്തു. സിവിയൻ ആർമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ബഗ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ ഡെവലപ്പേഴ്സിന് എങ്ങനെ ഒരു ബഗ് ഇല്ലാതെ അവരുടെ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാം എന്നും അവർ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡെവോപ്സ് അപ്രോച്ച് നല്ല രീതിയിൽ വിജയിക്കാൻ തുടങ്ങിയത് കാരണം പല കമ്പനികളും ഈ ഒരു അപ്രോച്ച് ചൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ട്രഡീഷണൽ വേയിലാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ബഗ് കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതുകൊണ്ടൊപ്പം തന്നെ ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർ യൂസേഴ്സ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഡിലേയും കാര്യങ്ങളും വരാൻ സാധിക്കില്ല. അത് വലിയ കോടികൾ നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോസ്റ്റ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഡെവോപ്സ് അപ്രോച്ചാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നോക്കിയത് ഡെവോപ്സ് ആണ്, അതായത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ടീമിൻ്റെ, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കീഴെ വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. നമ്മൾ സൈബർ സെക്യൂരിറ്റി അല്ല എന്ന് ഡിസ്കസ് ചെയ്തത്. എന്നിരുന്നാൽ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡെവോപ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.